നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയാണ് പോയിരുന്നത്. പിന്നെ റഫറി അയാൾ കയറി കളി നശിപ്പിച്ചു. മെസ്സിയുടെ പരിക്കും ഞങ്ങൾക്ക് തിരിച്ചടിയായി. നെക്കാക്സക്കെതിരെ ലീഗ്സ് കപ്പിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 2-2 വിജയിച്ചതിന് ശേഷം റഫറിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് ഇന്റർ മയാമിയുടെ കോച്ച് ഹാവിയർ മാഷറാനോ. ശരിയാണ്, റഫറി ചില ഘട്ടങ്ങളിൽ തെറ്റായ തീരുമാനമെടുത്തിരുന്നു. അവ ഇന്റർ മയാമിക്ക് എതിരുവായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാൽക്കണ് 17ാമത്തെ മിനിറ്റിൽ ആ ഒരു റെഡ് കാർഡ് കൊടുത്തത്. അതെന്തിനാണ് എന്നുള്ളത് റഫറിക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം അത് ശരിയാണ്, ഫൗളാണ്. അതൊരു യെല്ലോ കാർഡിനപ്പുറത്തേക്കൊന്നുമില്ല എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വളരെ ഹാഷായിട്ടുള്ള തീരുമാനമായിരുന്നു. അത് 10 പേരായിട്ട് ഇന്റർ മയാമിയെ ചുരുക്കിക്കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് 60 മിനിറ്റ് വരെ നെക്കാക്സ 11 പേരും ഇന്റർ മയാമി 10 പേരുമായിരുന്നു. അതിനുശേഷം നെക്കാക്സയുടെ കാൽഡറോണിന് റെഡ് കാർഡ് കിട്ടി. അവരും 10 പേരായിട്ട് ചുരുങ്ങിയായിരുന്നു. മത്സരം എന്തായാലും 2-2 സമനിലയിലെത്തുകയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഇന്റർ മയാമി വിജയിക്കുകയും ചെയ്തു. ലീഗ് കപ്പിൻ്റെ റൂൾ അനുസരിച്ച് ഷൂട്ടൗട്ടിൽ വിജയിക്കുകയാണെങ്കിൽ 2 പോയിന്റുകൾ ലഭിക്കും. ഏതായാലും ഇപ്പോൾ കളിക്ക് ശേഷം കോച്ച് മഷറാനോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ആദ്യത്തെ 10-15 മിനിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കളിച്ചത്. ഞങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു, മെസ്സിയുടെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിനുശേഷം ആ റെഡ് കാർഡ്, റഫറി ഈ മത്സരം നശിപ്പിച്ചു. വളരെ ഹാർഡായിട്ടുള്ള ഒരു തീരുമാനമാണ് അയാൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും അയാളുടെ തീരുമാനങ്ങളിൽ പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ വാറ് പോലും യൂസ് ചെയ്യാതിരുന്നത്? ഒരുപാട് സ്ട്രേഞ്ച് ഡിസിഷൻസ് ഈ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അഡ്വേഴ്സിറ്റീസിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് ഹാവിയർ മാഷറാനോ പറയുന്നത്. ഏതായാലും മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കളി കൂടിയാണ് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളത്. മികച്ച വിജയം സ്വന്തമാക്കണം, മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ആശങ്കയായിട്ട് ലിയോ മെസ്സിയുടെ പരിക്കുണ്ട്. അത് വലിയ പ്രശ്നമില്ലാതെ അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരികെ എത്തട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.